ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഷെയർ ചെയ്യാൻ കൂടിയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കേണ്ട ഒരു വലിയൊരു കാര്യമുണ്ട്. ആ കാര്യമാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ ജൂലൈ 26-നും ഓഗസ്റ്റ് 12-ന് ഇടയ്ക്കുമാണ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഭയങ്കര ലക്കിയാണ്. ബിക്കോസ് ഒരു കാര്യം യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതിൻ്റെ ഏറ്റവും പീക്കായിട്ടുള്ളൊരു ഡേ എന്ന് പറയുന്നത് ജൂലൈ 8 നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഗൂഗിളിലോ എവിടെ വേണമെങ്കിലും നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും എനർജി ലെവല് ഫോക്കസ് ആയിട്ട് നിൽക്കുന്ന ഏറ്റവും വലിയൊരു പ്രഭവ കേന്ദ്രം എന്ന് പറയുന്ന ഒരു ഡേ കൂടിയാണ് നമ്മുടെ ഓഗസ്റ്റ് 8 എന്ന് പറയുന്നത്. അപ്പോൾ 8 എന്ന് പറയുന്ന സംഖ്യയ്ക്ക് വളരെയധികം ശക്തിയുണ്ട്. അപ്പോൾ ഈ ഓഗസ്റ്റ് 8 എന്താണ് ഓഗസ്റ്റ് 8-ൻ്റെ പ്രത്യേകത എന്ന് ചോദിക്കാറുണ്ട്. നമ്മൾ ലയൺ ഗേറ്റ് പോർട്ടൽ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്തോ എനിക്കറിയില്ല. നമ്മളൊരു പീക്ക് ലെവലാണ് അതിൻ്റെ 8 എന്ന് പറയുന്ന സംഖ്യ. അതായത് നമ്മൾ ഏകദേശം ജൂലൈ 26 മുതൽ നമ്മൾ ഓഗസ്റ്റ് 12 വരെയാണ് ഈ ഒരു ലയൺ ഗേറ്റ് പോർട്ടൽ തുടങ്ങുന്നത്. അതായത് നമ്മൾ ആത്മീയതയുടെ ആ ഒരു സ്പിരിച്വലിൻ്റെ ഒരു കവാടം തുറക്കപ്പെടുകയാണ് ലയൺ ഗേറ്റ് പോർട്ടൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ കുറേ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നു, കുറേ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി പ്രയത്നിക്കുന്നു, പക്ഷേ ഒന്നും അങ്ങോട്ട് നടക്കുന്നില്ല. ചില സമയങ്ങളിൽ നമുക്ക് നല്ല പോസിറ്റീവ് വൈബായിരിക്കും, ചില സമയങ്ങളിൽ നമുക്ക് എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാൻ പറ്റില്ല, നെഗറ്റീവായിരിക്കാം. അപ്പോൾ ആ ഒരു സമയങ്ങളിൽ നമുക്ക് ഒരു പുറമെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യവും ചെയ്യാൻ പറ്റുന്നില്ലായിരിക്കാം. പക്ഷേ ഈ എല്ലാ കാര്യങ്ങളും നിങ്ങൾ മാറ്റിവെച്ച് ഈ ഓഗസ്റ്റ് 8 എന്ന് പറയുന്ന ഒരു ഡേറ്റ് ഉണ്ടെങ്കിൽ ആ ഡേറ്റിൽ ഞാൻ പറയുന്ന ഈ ഒരു കാര്യങ്ങൾ ചെയ്തു നോക്കൂ. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ കുറേ നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നതിൻ്റെ ഒരു സൂചന കൂടിയാണത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ, അതായത് ഇന്ന് കാണുന്നവരുണ്ടെങ്കിൽ, നാളെ കാണുന്നവരുണ്ടെങ്കിൽ ഒക്കെ നിങ്ങൾക്ക് ഭയങ്കര ലക്കി ആയിട്ടുള്ള പേഴ്സൺസ് ആണ് നിങ്ങൾ. അത് ഞാൻ എടുത്തു പറയുന്ന കാര്യം ഒരുപാട് പേര് റിസർച്ചിലും പല കാര്യങ്ങളിലും ഒക്കെ ഈ ലയൺ ഗേറ്റ്സ് പോർട്ടലിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അതായത് വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് ഈ ലയൺ ഗേറ്റ് പോർട്ടൽ എന്ന് പറയുന്നത്. അതായത് നമ്മൾ സാധാരണ പറയുകയാണെങ്കിൽ നമ്മൾ ചില ദിവസങ്ങളിൽ ഉണ്ടാകുന്ന എനർജിയെക്കാളും 10 മടങ്ങ് എനർജിയും അതുപോലെ തന്നെ അതായത് മനുഷ്യരിലേക്ക് ഊർജം പ്രവഹിക്കാൻ ശേഷിയുള്ളതുമായ ഒന്നാണ് ലയൺ ഗേറ്റ് പോർട്ടൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വലിച്ചു നീട്ടി പറയുന്നു എന്ന് നിങ്ങൾ വിചാരിക്കും. ഇത് വലിച്ചു നീട്ടി പറയല്ല, കാര്യം എന്തുവാന്ന് പറയാതെ ഓഗസ്റ്റ് 8-ന് നിങ്ങൾക്ക് സൂപ്പറായിട്ട് നിങ്ങളുടെ ലൈഫിൽ ഭയങ്കര കാര്യങ്ങൾ സംഭവിക്കുമെന്ന് പറയുന്നതിനേക്കാളും നല്ലത് കുറച്ച് വലിച്ചു നീട്ടുന്നത് അത്യാവശ്യം നല്ലത് തന്നെ കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് ഏകദേശം തുടങ്ങുന്നത് ജൂലൈ 26 മുതൽ ഓഗസ്റ്റ് 12 വരെയാണ്. 8-ാം തീയതിയാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഡേറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് 12 എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു ശക്തി കുറഞ്ഞുകൊണ്ടിരിക്കും. 8, 9, 10, 11, 12 ഇതിൽ ഏറ്റവും ശക്തി കൂടിയ ദിവസം എന്ന് പറയുന്നത് 8-ാം തീയതിയാണ്. അപ്പോൾ ഓരോ വർഷവും തുറക്കുന്നതാണ്. എല്ലാ വർഷവും നമുക്ക് ഈ ലയൺ ഗേറ്റ്സ് പോർട്ടൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോർട്ടലുണ്ട്. അതായത് ആത്മീയതയുടെ കവാടം എന്ന് പറയുന്ന പോർട്ടൽ നമ്മൾ എല്ലാ വർഷവും ഇത് തുറക്കുന്നതാണ്. അപ്പോൾ എന്താണ് ഈ ലയൺ ഗേറ്റ്സ് പോർട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഭൂമി, സൂര്യൻ, സിറിയസ് ഇത് നേർരേഖയിൽ വരുമ്പോൾ സംഭവിക്കുന്ന ഒന്നാണ് ലയൺ ഗേറ്റ്സ് പോർട്ടൽ എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ സിറിയസിനെ നിങ്ങൾക്കറിയാം, സിറിയസ് എന്ന് പറഞ്ഞിട്ടുള്ളതിന് നിങ്ങൾക്കറിയാം, ഇതിനെ നമ്മൾ ആത്മീയ സൂര്യൻ എന്നാണ് പറയുന്നത്. വെള്ളപ്പൊക്കത്തിൻ്റെ പല പ്രവചനങ്ങളിലുമൊക്കെ ഇതിനകത്ത് വലിയൊരു ഒരു ഫാക്റ്റ് ഇതിൽ ഉൾക്കൊള്ളുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു അതായത് സൂര്യനും ഭൂമിയും സിറിയസും ഇവർ ഒരുമിച്ച് ചേരുന്ന അല്ലെങ്കിൽ നേർരേഖയിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് നമ്മുടെ ലയൺ ഗേറ്റ് പോർട്ടൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 പേരുടെ ആ ഒരു ശക്തിയും ഊർജവും ഒരു മനുഷ്യനിലേക്ക് ഒരു യൂണിവേഴ്സിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മുടെ ആഗ്രഹം സാധിപ്പിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇല്ല, മിക്കവരും വിശ്വസിക്കത്തില്ലായിരിക്കും. വിശ്വസിക്കാത്തവർ കാണുകയും വേണ്ട. ഓക്കെ, വിശ്വസിക്കുന്നവർ ദയവായിട്ട് നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. ഞാൻ എടുത്തെടുത്ത് പറയുന്നത് വളരെ എഫക്റ്റീവായിട്ടൊരു ടൂളാണ്. ഒത്തിരി പേർക്ക് അവർക്ക് ഈ എക്സാമിന് പല കാര്യങ്ങൾ, ഇപ്പോൾ റാങ്കൊക്കെ ഉദ്ദേശിച്ച് പഠിക്കുന്നവർക്കൊക്കെ റാങ്ക് കിട്ടിയതും പല കാര്യങ്ങൾ നേടാൻ വീട് വെച്ചവരും കടം ഒക്കെ മാറ്റിയവരും ഒക്കെ അവർ ഈ ഒരു ബിലീവ് ചെയ്തിട്ട് മാറ്റിയിട്ടുള്ള ഒത്തിരി കഥകളുണ്ട്. നിങ്ങൾ പല രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഗൂഗിളിലോ എവിടെ വേണമെങ്കിലും നിങ്ങൾക്കൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് കാണും. ഇനി 8 എന്ന് പറയുന്ന സംഖ്യയുടെ പ്രത്യേകത, 8 എന്ന് പറയുന്ന സംഖ്യ എന്ന് പറയുന്നത് നമ്മുടെ അനന്തത എന്ന് പറയുന്നതിനെ സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ സന്തുലിതയെ സൂചിപ്പിക്കുന്നു, അതായത് ബാലൻസിനെയൊക്കെ സൂചിപ്പിക്കുന്ന ഒന്നാണ്. അപ്പോൾ 8 എന്ന് പറയുന്ന സംഖ്യയ്ക്ക് അതിൻ്റേതായിട്ടുള്ള വലിയൊരു പ്രാധാന്യമുണ്ട്. അപ്പോൾ അത് 8 എന്ന് പറയുന്നത് അത് ഒന്നും കൂടെ ഇരട്ടിച്ചാലോ, അതായത് അത് ഡബിളും ട്രിപ്പിളും ഒക്കെ ആവുമ്പോഴത്തേക്ക് 3 ചേരുന്നത്. അതായത് ഭൂമി, സൂര്യൻ, സിറിയസ് ഈ 3 എണ്ണമാണ് ചേരുന്നത്. അപ്പോൾ 3 എണ്ണം ചേരുമ്പോഴത്തേക്ക് ആ 8-ന്റെ പ്രഭവ സ്ഥാനത്ത് നിന്ന് അതിൻ്റെ ഊർജ്ജം ക്രമാതീതമായിട്ട് വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ആദ്യത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഫസ്റ്റ്, അതായത് 8 എന്ന് പറയുന്ന ഡേറ്റ്
ആ ഒരു സമയത്ത് മാക്സിമം നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. മെഡിറ്റേഷൻ ചെയ്യുക, അതുപോലെ തന്നെ ധ്യാനം കാര്യങ്ങളുണ്ടെങ്കിൽ അത് ചെയ്യുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ പറ്റി നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ ഫോക്കസ് വിടാതെ ആ ഒരു കാര്യങ്ങൾ ആഗ്രഹിക്കാനായിട്ട് ശ്രമിക്കുക. ധ്യാനം, ഫോക്കസ്, പിന്നെ നമ്മൾ ആഗ്രഹങ്ങൾ എന്താണോ ആ ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ നിങ്ങൾ ചോദിക്കും ഞാൻ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന്. അത് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് പറഞ്ഞുതരാം. ആദ്യം ഡീറ്റെയിൽ പറഞ്ഞു തന്ന ശേഷം ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങളുണ്ടെങ്കിൽ ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കുക. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു സമയത്ത് നമുക്ക് ചെയ്യാവുന്നത്? അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇതിന് പ്രോപ്പറായിട്ട് ഞാൻ വെജിറ്റേറിയനൊക്കെ കഴിച്ച് അങ്ങനെ വല്ലതും ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. അതായത് നമ്മുടെ മനസ്സാണ് എല്ലാത്തിനും ഒരിത് അല്ലേ, എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ മനസ്സാണ് ഏറ്റവും അത്യന്താപേക്ഷിതം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ മനസ്സ് നന്നായി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ പോസിറ്റീവ് എനർജി നന്നായി അത് യൂണിവേഴ്സിലേക്ക് എത്തും. അത്രത്തോളം പവർഫുൾ ആയിട്ടുള്ള ഡേ ആണ്, ഒരിക്കലും നിങ്ങൾ മിസ്സാക്കി കളയരുത്. അതുകൊണ്ടാണ് വളരെ നേരത്തെ തന്നെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നന്ദി പറയുന്നു. അതുപോലെ തന്നെ എപ്പോഴും നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം. ഇതിൻ്റെ ഇന്നത്തെ പറയുന്ന അഫർമേഷൻ ഫുള്ള് നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിട്ട് പറയുകയാണ്. ഇനി മണി ഏണിങ്ങിൻ്റെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ ദിവസം ക്ലാസ് ഇടുമെന്ന്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് മണി ഏണിങ്ങിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാനിവിടെ പറയുന്നത്. മണി മാനിഫെസ്റ്റേഷൻ്റെ ക്ലാസ്സുകൾ കണ്ടിന്യൂ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മണി മാനിഫെസ്റ്റേഷൻ കൂടെ ചേർത്തിട്ടാണ് ഞാൻ പറയുന്നത്. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പണം, അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എത്ര പണമാണോ കിട്ടാനുള്ളത് ആ ഒരു പണം, നിങ്ങൾക്ക് നിലവിലുള്ള പണം ആദ്യം നിങ്ങൾ ബുക്കിൽ എഴുതുക. നിലവിലുള്ള പണം, നിങ്ങൾക്ക് ഇപ്പം നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന സാലറി എത്രയാണ് അത് എഴുതുക. അതിനുശേഷം ഇനി കിട്ടാൻ ആഗ്രഹിക്കുന്നത് എത്രയാണോ അതിനെപ്പറ്റി അത് ആദ്യം എഴുതുക. എഴുതിയ ശേഷം ഗ്രേറ്റ്ഫുൾ പറയുക, താങ്ക് യു പറയുക, നന്ദി പറയുക, ഇതുവരെ കിട്ടിയതിന് നന്ദി എന്ന് പറയുക. പറഞ്ഞ് അന്നത്തെ ദിവസം നമുക്ക് വലിയ രീതിയിൽ ഊർജ്ജം നമുക്ക് എന്ത് ചെയ്യാം, എടുത്ത് ശേഷം നമുക്ക് ആ ഒരു കാര്യം നേടാനായിട്ട് സാധിക്കും. അപ്പോൾ ധ്യാനം ചെയ്യണം, അതുപോലെ തന്നെ നല്ല രീതിയിൽ മെഡിറ്റേഷൻ ചെയ്യണം. അതുപോലെ തന്നെ പണം, റിലേഷൻഷിപ്പ്, ഏതൊക്കെ കാര്യങ്ങളിലാണ് നമുക്ക് ഈ ലൈൻ ഗേറ്റ്സ് പോർട്ടൽ വർക്കാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പണം, അതായത് കടബാധ്യതകളുണ്ട്, കടം കൊടുത്തു തീർക്കാനുണ്ട്, കടം തിരികെ, അതായത് നമ്മൾ കൊടുത്ത കടങ്ങൾ തിരിച്ച് പൈസ കൊടുത്തത് തിരികെ കിട്ടാനുണ്ട്, റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങളുണ്ട്, പ്രണയപരമായിട്ടുള്ള തകർച്ച കാര്യങ്ങളുണ്ട്, റിലേഷൻഷിപ്പ് ബ്രേക്കപ്പായി, അങ്ങനെയുള്ള പല ഇഷ്യൂസ് ഉണ്ട്. അതുപോലെ തന്നെ ഡിവോഴ്സ്ഡായി, അങ്ങനെ എന്ത് ഇഷ്യൂസ് വന്നു കഴിഞ്ഞാലും നമുക്ക് ആ ഒരു ഓപ്പോസിറ്റുള്ള ഒരു പാർട്ട്ണറെ നമുക്ക് എന്താണ് നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യുന്നതിനും അതുപോലെ തന്നെ മണി ഏൺ ചെയ്യുന്നതിനും ഏത് കാര്യങ്ങൾക്ക് വേണ്ടിയും വളരെ യൂസ്ഫുള്ളായിട്ട് നല്ല രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ വളരെ യൂസ്ഫുള്ളായിട്ട് നടത്താൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് ലൈൻ ഗേറ്റ്സ് പോർട്ടൽ എന്ന് പറയുന്നത്. ഓഗസ്റ്റ് 8 നടത്തുന്ന ഈ ഒരു രീതി. അപ്പോൾ ഈ 888 എന്ന് പറയുന്ന, അതായത് ഭൂമി സൂര്യൻ സിറിയസിൻ്റെ 3 കൂട്ടായ്മകൾ നേർരേഖയിൽ വരുമ്പോൾ 3, അതായത് നമ്മൾ 8 അവിടെ ചേരുന്നത്. ഈ 8ൻ്റെ സിമ്പൽ എന്ന് പറയുന്നത് ഡിവൈൻ എക്സ്പാൻഡ് ആൻഡ് പ്യൂരിഫിക്കേഷൻ ആണ്. അതായത് ഡിവൈൻ, ഒരു ഡിവൈനിറ്റി അവിടെ കൊണ്ടുവരുന്നുണ്ട്. ഇതങ്ങ് വിപുലീകരിച്ച് നമ്മളുടെ മനസ്സിനെ ശുദ്ധീകരിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഒരു പോസിറ്റീവ് എനർജി കൊണ്ടുവന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടത്തി തരുന്നതിനും വളരെ പ്രയോജനപരമായിട്ടുള്ള ഒരു ഡേ തന്നെയാണ് ഓഗസ്റ്റ് 8 എന്ന് പറയുന്നത്. എടുത്തെടുത്ത് പറയാണ് ഓഗസ്റ്റ് 8. അതായത് പ്രപഞ്ച ശക്തിയുടെ പോർട്ടൽ എന്നാണ് നമുക്ക് ഈ ഓഗസ്റ്റ് 8 അറിയപ്പെടുന്നത്. മാക്സിമം നിങ്ങൾ ആ ഒരു ദിവസം നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്ത് കാര്യം തന്നെ ആകട്ടെ, ഇനിയിപ്പം ആ ഒരു കുറച്ച് 2 ദിവസമുള്ളപ്പോൾ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, ആ ദിവസത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഓക്കെ, ആ ദിവസത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്ന കാര്യം, നിങ്ങൾക്ക് സീക്രട്ട് ബുക്കൊക്കെ ഉണ്ടെങ്കിൽ അത് എഴുതി വെക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ മണി ഏണിങ്ങിൻ്റെ ഈ ഒരു ക്ലാസ്സിൽ തന്നെ നിങ്ങളത് എഴുതി തന്നെ വെക്കുക. നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്ന കാര്യം അത് എഴുതി വെച്ച് അതിന് വേണ്ടി അത് നടന്നു എന്നുള്ള രീതിയിലും ഇനിയും കുറേ കിട്ടണം എന്നുള്ള രീതിയിൽ നമ്മളത് പറയില്ലേ, അതായത് എനിക്കെല്ലാം തന്നതിന് നന്ദി 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 എന്ന് പറഞ്ഞ് കണ്ടിന്യൂസ് എഴുതി നിങ്ങൾ തന്നെ വെക്കുക. ഓക്കെ, ഇനി ഞാൻ പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് കാര്യം, നമ്മൾ ഈ ലയൺ ഗേറ്റ്സ് പോർട്ടലിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ നമുക്ക് നടത്താൻ പറ്റും. അപ്പോൾ അതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇത് നമ്മൾ ആദ്യം ഒരു പേപ്പർ എടുക്കുക. ആദ്യം പേപ്പർ എടുത്തിട്ട് ഞാൻ പറയുന്ന കാര്യം 8 പ്രാവശ്യം ആദ്യം എഴുതുക. അതായത് 8 കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതായത് എനിക്ക് ഇതിന് മുമ്പ് എന്താണുള്ളത്, ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്, എനിക്ക് നടക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, എനിക്ക് ഇതുവരെ എൻ്റെ സാലറി എനിക്ക് 12,000 രൂപയായിരുന്നു. ആ ഒരു 12,000 രൂപ എനിക്ക് തന്നതിന് യൂണിവേഴ്സിന് ഞാൻ നന്ദി പറയുന്നു. ഇതുവരെ എനിക്കുള്ള സാലറി 12,000 രൂപയാണ്. ഇപ്പം ഞാൻ എൻ്റെ പ്രോബ്ലമാണ് ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ മാത്രമാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ പറഞ്ഞ് പിടിപ്പിക്കാനുള്ളത് അത് നിങ്ങൾ എന്ത് ചെയ്യുക, അത് ബുക്കിലേക്ക് എഴുതുക. നിങ്ങളുടെ ഒരു സീക്രട്ട് ബുക്ക് നിങ്ങൾക്ക് വൃത്തിയുള്ള ഒരു ബുക്കായിരിക്കണം, ആ ബുക്കിലേക്ക് നിങ്ങളത് എഴുതുന്നു. അത് എത്ര പ്രാവശ്യമാണ് എഴുതുന്നത്? 8 പ്രാവശ്യമാണ് എഴുതേണ്ടത്. ഓക്കെ, അത് 8 പ്രാവശ്യം നിങ്ങൾ എഴുതുന്നു. 8 പ്രാവശ്യം എഴുതിയ ശേഷം ഇനി നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്, ഇനി ഇത് കൂടാതെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടത്, ആ 8 കാര്യങ്ങൾ എഴുതുന്നു. ആദ്യം നിങ്ങൾ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് എന്തൊക്കെയാണ്, അതായത് 8 നല്ല കാര്യങ്ങൾ ആദ്യം എഴുതുക. ഒന്നെങ്കിൽ നിങ്ങൾക്ക് നടന്ന
കാര്യം 8 കാര്യം, അതായത് ആദ്യം ഞാൻ പറയുകയാണ്. ഫോർ എക്സാമ്പിൾ, എനിക്ക് 12,000 രൂപ തന്നതിന് യൂണിവേഴ്സിന് നന്ദി. എനിക്ക് ഞാൻ ആഗ്രഹിച്ച നെക്ലസ് എനിക്ക് കിട്ടി, അത് യൂണിവേഴ്സിന് നന്ദി. ഞാൻ ആഗ്രഹിച്ച രീതിയിൽ കോഴ്സിന് ജോയിൻ ചെയ്തു, യൂണിവേഴ്സിന് നന്ദി. അപ്പോൾ ആദ്യം എന്താണ്, ബുക്കിലേക്ക് ഈ 8 കാര്യങ്ങൾ എഴുതുക. നമുക്ക് എന്തൊക്കെയാണ് ഈ 8 കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയുക, എക്സാമ്പിളായിട്ട് പറയണം. നിങ്ങൾക്ക് എന്ത് കാര്യമാണോ നിങ്ങൾക്ക് പറയാനുള്ളത് ആ 8 കാര്യങ്ങൾ ആദ്യം എഴുതുക. അതിനുശേഷം ഇനി നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്, ഇനി എന്താണ് നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന കാര്യം, അതും 8 പ്രാവശ്യം എഴുതുക. അപ്പോൾ 8 8 ഡബിൾ 8 ആയി. അപ്പോൾ ഈ ഒരു ഡബിൾ 8ൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അനന്തതയെ സൂചിപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇങ്ങനെ ഇൻഫിനിറ്റി ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു സംഭവം. ആ ഒരു സംഭവത്തിൽ നിന്ന് തന്നെ നമുക്ക് ഊർജ്ജം ഫോക്കസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ഇനി ചെയ്യേണ്ട അടുത്ത കാര്യം എന്ന് പറയുന്നത്, ഈ 8-ാം തീയതി ഓഗസ്റ്റ് 8 നിങ്ങൾ എന്താണ് ഒരു വിഷൻ ബോർഡ് സെറ്റ് ചെയ്ത് വെക്കുക. അതായത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് മൈൻഡിൽ സെറ്റ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ബുക്കിനകത്ത് ജസ്റ്റ് സ്ക്വയർ പോലെ വരച്ചിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതിലേക്ക് ഇനി എന്തൊക്കെയാണ് കിട്ടേണ്ടത് ആ കാര്യങ്ങൾ അങ്ങനെ എഴുതി വെച്ച് അത് കിട്ടി എന്ന രീതിയിൽ നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്ത് നിങ്ങൾക്ക് എപ്പോഴും ഗ്രേറ്റ്ഫുൾ പറയാം. അതായത് താങ്ക് യു യൂണിവേഴ്സ്, എന്തിനാണ് നിങ്ങൾ നന്ദി പറയുന്നത്, ആ നന്ദി പറയുന്ന കാര്യം കൂടെ നിങ്ങൾ പറയുക. അതിനുശേഷം നമ്മൾ പറയുകയാണ്, ഈ ഒരു ദിവസം വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മുടെ സിംഹരാശിയിലാണ് സൂര്യനുള്ളത്. ഓക്കെ, സിംഹരാശിയിലാണ് സൂര്യനുള്ളത്. അപ്പോൾ ഈ സിംഹരാശിയിലുള്ള സൂര്യൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ധൈര്യം തരുന്നു, ആകർഷണം തരുന്നു, അതുപോലെ തന്നെ ആത്മവിശ്വാസം തരുന്നതും ആണ് നമ്മുടെ സിംഹരാശിയിലുള്ള സൂര്യൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഈ സിറിയസ് റൈസിങ്, അതായത് നമ്മുടെ സിറിയസിൻ്റെ ഒരു ഉണർവ് കൂടിയാണ്. എല്ലാ കാര്യങ്ങളും പുതിയ കാര്യങ്ങൾ വരുന്നതിന് വേണ്ടി ഒരു വഴിത്തിരിവ് കൂടിയാണ് ഓഗസ്റ്റ് 8 എന്ന് പറയുന്നത്. ഇനി 8-8ൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സമൃദ്ധിയാണ്. നമുക്ക് വെൽത്ത്, ക്ഷേമം, സമൃദ്ധി എന്നീ പല കാര്യങ്ങളും എന്ത് ചെയ്യുന്നു, നമ്മളിലേക്ക് കൊണ്ടുവരുന്നു. ഇനി ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത്, നമ്മൾ 8-8ൻ്റെ കാര്യം പറഞ്ഞു, 888 ആണ് പറയാൻ പോകുന്നത്. ഇനി ഒരു 8 കൂടെ ഉണ്ട്, അതാണ് പറയാൻ പോകുന്നത്. അതൊരു അഫർമേഷനാണ്. അത് നിങ്ങൾ 8 പ്രാവശ്യം ഒരെണ്ണം 8 പ്രാവശ്യം വെച്ചിട്ടാണ് എഴുതേണ്ടത്. അപ്പോൾ ഇത് ഞാൻ പറയാം. അഫർമേഷൻ: എനിക്ക് ധനവും സമൃദ്ധിയും ആകർഷിക്കാൻ എല്ലാ ശക്തിയും ഉണ്ടാകുന്നു. എനിക്ക് ധനവും സമൃദ്ധിയും ആകർഷിക്കുവാൻ 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 എല്ലാ ശക്തിയും ഉണ്ടാകുന്നു. ഓക്കെ, ഇത് 8 പ്രാവശ്യം നിങ്ങൾ എഴുതുക. എഴുതിയ ശേഷം അത് വായിച്ച് കുറച്ച്, ഒത്തിരി ലൗഡല്ലാതെ പരമാവധി ചെറിയ രീതിയിൽ നിങ്ങൾക്കത് പറയാവുന്നതാണ്. വളരെ സ്ലോ ആയിട്ട് പറയുക. അടുത്ത രണ്ടാമത്തെ അഫർമേഷൻ ഇതാണ്: ഞാൻ ആത്മീയമായി വളരുന്നു, ഞാൻ സ്നേഹവും പ്രകാശവും ആകർഷിക്കുന്നു. 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 ഓക്കെ, ഇതാണ് നിങ്ങളുടെ 2 അഫർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഈ ഒരു അഫർമേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, അതായത് ഓഗസ്റ്റ് 8 നിങ്ങൾ ഒരിക്കലും റിപ്പീറ്റ് ചെയ്തു പറയുകയാണ്. നിങ്ങളുടെ ലൈഫിൽ മറക്കരുത്. നിങ്ങൾ ഓഗസ്റ്റ് 8 എന്ന് പറയുന്ന ഒരു ഡേ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡേ ആണ്. അപ്പോൾ ഇത് ലയൺ ഗേറ്റ് പോർട്ടൽ എന്ന് പറഞ്ഞിട്ടുള്ള വളരെ പ്രപഞ്ച ശക്തിയുടെ ഒരു കവാടം തന്നെയാണത്. ആ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ കുറേ പേരുകൾ ചോദിക്കുന്നുണ്ട്, ഏതൊക്കെ കാര്യങ്ങൾ ഞാൻ ചെയ്യാമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യതായിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് എന്താണോ അത് ദുരുപയോഗം ചെയ്യരുത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം മാന്യമായിട്ടുള്ളതാണെങ്കിൽ, നല്ല കാര്യമാണെങ്കിൽ, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ദ്രോഹം ചെയ്യാത്തതായിട്ടുള്ള കാര്യങ്ങൾ, ആരെയും ദ്രോഹിക്കാൻ വേണ്ടി ഒന്നും ചെയ്യരുത്. അപ്പം ദ്രോഹിക്കാതെ നമുക്ക് നടക്കാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ ലൈഫിൽ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ മാത്രം ചെയ്യുക. മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന രീതി, ചിലരൊക്കെ വന്നിട്ട് ഓരോ രീതിയിലും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഒരു വട്ടം നടന്നു കഴിഞ്ഞാൽ തന്നെയും നമുക്ക് പിന്നീട് എന്താണ്, അത് തിരിച്ച് നമുക്ക് തന്നെയായിരിക്കും വരുന്നത്. അതായത് കർമ്മ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും അതിൻ്റെ ഒരു കർമ്മഫലം എന്ന് പറയുന്നത് അനുഭവിക്കുന്നത് ആരായിരിക്കും? നമ്മൾ തന്നെയായിരിക്കും, ചെയ്തവർ തന്നെയായിരിക്കും. അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ അനുകരിക്കാതിരിക്കുക, നമ്മളെപ്പോഴും എന്തായിരിക്കുക, നമ്മളായിട്ട് മാറാൻ ശ്രമിക്കുക.
അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നവർ, അപ്പോൾ ഞാൻ എടുത്തു പറയുകയാണ്, ഈ ഓഗസ്റ്റ് 8 മുമ്പ്, അതായത് ഓഗസ്റ്റ് 8 മുമ്പ് ഈ വീഡിയോ കാണുന്നവർ ആരൊക്കെയാണെങ്കിലും അവർ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് താങ്ക് യു യൂണിവേഴ്സ് എന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ്. കാരണം അത്രത്തോളം നിങ്ങളിലേക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാനായിട്ട് എത്തിച്ചത് ചിലപ്പോൾ യൂണിവേഴ്സിൻ്റെ ഒരു ഇത് തന്നെ ആയിരിക്കാം. സോ അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാവുന്നതാണ്, അതുപോലെ തന്നെ ഷെയർ ചെയ്യാവുന്നതാണ്, പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കൂടുതൽ വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ കുറേ ദിവസം ഇന്നലെ ഇടാനിരുന്നതായിരുന്നു, കുറച്ച് പേർക്ക് കമൻസിന് റിപ്ലൈ ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, അതെല്ലാം തന്നെ ഉടനെ ഇന്ന് തന്നെ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ നിങ്ങൾ ദിവസത്തിൻ്റെ പ്രത്യേകത മറക്കരുത്, നിങ്ങൾ നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യുക. ഓക്കെ, ബൈ.